ഹായ് ഗൈസ്. സോ ഇന്ന് നമുക്ക് നമ്മുടെ ഡോമിനെ കുറച്ചും കൂടിയും ക്ലോസ് ആയിട്ടൊക്കെ അനലൈസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിനെ. സോ ഇതുപോലത്തെ ഒരു HTML ഉണ്ടെന്ന് വിചാരിക്കുക കറൻ്റ്. ഓക്കെ, ആ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളൊരു HTML ടാഗ് ചെയ്ത് അതിൻ്റെ ഉള്ളൊരു ഹെഡ് ടാഗ് ഉണ്ട്, പിന്നെ ഒരു ബോഡി ടാഗ് ഉണ്ട്, പിന്നെ നമ്മൾ ഹെഡറിൽ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഹെഡർ കൊടുത്തിട്ടുണ്ട് ഒരു ടാഗ് പോലെ, അതിലൊരു H1 നമ്മൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മെയിൻ അതിൻ്റെ ഉള്ളിൽ P ടാഗും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് സിമ്പിൾ HTML ആണ് കൊടുത്തിരിക്കുന്നത്. സോ ബ്രൗസർ ആക്ച്വലി ഇതിനെ ടെക്സ്റ്റായിട്ടല്ല ഹാൻഡിൽ ചെയ്യുന്നത്, HTML ഹാൻഡിൽ ചെയ്യുന്നത്. സോ ബിഹൈൻഡ് ദി സീൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബ്രൗസർ വർക്ക്സ് വിത്ത് ഒബ്ജക്റ്റ് ആൻഡ് സ്റ്റോർഡ് ഇൻ മെമ്മറി. സോ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ HTML ടാഗ് ബ്രൗസർ അതൊരു HTML നോഡായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് എലമെൻറ്റ് നോഡാണ്, കാരണം ടാഗ് അല്ലെങ്കിൽ എലമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഹെഡ്, ടൈറ്റിൽ, ബോഡി, ഹെഡർ, H1, മെയിൻ, P ഓരോ ടാഗിനും ബ്രൗസർ എലമെൻറ്റ് നോഡ്സ് ക്രിയേറ്റ് ചെയ്യും ആക്ച്വലി. ഓക്കെ, സോ ഇത് കാണുന്നത് ഒരു ഡോം ട്രീ പോലെയാണ്. ഓക്കെ, സോ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ബ്ലോക്സ് ഇൻഡൻ്റ് ആയി കാണുന്നല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രൗസർ ഡോമിനെ ട്രീ സ്ട്രക്ചർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, HTML നോഡ് ബേസിക്കലി ടോപ്പ് മോസ്റ്റ് നോഡാണ് ഇവിടെ കണ്ടില്ലേ. പിന്നെ HTML ചിൽഡ്രൻ ആണ് ഹെഡും ബോഡി ഉള്ളത്. ഓക്കെ, ഇനി ഹെഡിൻ്റെ ചൈൽഡാണ് ടൈറ്റിൽ വരുന്നത്. ഓക്കെ, ബോഡിയുടെ ചൈൽഡാണ് എന്താ ഹെഡറും ഉണ്ട്, പിന്നൊരു മെയിനുണ്ട്. മെയിനോടെ കൊടുത്തില്ലേ, പക്ഷേ ആക്ച്വലി മെയിനും ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഹെഡറിൻ്റെ പിന്നെ അതിൻ്റെ ചൈൽഡാണ് H1 കിടക്കുന്നത്. മെയിൻ ആണെങ്കിൽ മെയിൻ്റെ ചൈൽഡോടെ Pയും കൂടിയും വരും. എനിക്ക് എഴുതാൻ ടൈപ്സ് അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ HTML സെയിം സ്ട്രക്ചർ, സെയിം നെക്സ്റ്റിംഗ് റിലേഷനാണ് ഡോം ഒബ്ജക്ട്സിലും റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ബ്രൗസർ കീപ്പ് എ ട്രാക്ക് ഓഫ് പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ബൈ ബിൽഡിംഗ് എ നോഡ് ട്രീ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയെന്ന് വെച്ചാൽ HTML ടാഗ്സ് മാത്രമല്ല കേട്ടോ, ടെക്സ്റ്റ് കണ്ടൻറ്റ് പോലും ഒബ്ജക്റ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ടെക്സ്റ്റ് നോട്ട്സ് എന്ന് പറയും ആക്ച്വലി. ഇവിടെ ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ HTML കോഡിൽ ഹെഡിൻ്റെ മുന്നിലുള്ള ലൈൻ ബ്രേക്ക്, ഇൻഡൻഷൻ, വൈറ്റ് സ്പേസ് ഒക്കെ ഇല്ലേ ആക്ച്വലി ഇവിടെ കാണുന്നത്. സോ അത് ബ്രൗസർ ടെക്സ്റ്റ് നോഡായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതും ബ്രൗസർ ടെക്സ്റ്റ് നോഡായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്ക്രീനിൽ നമ്മളത് കാണാറില്ല, ബിക്കോസ് മോസ്റ്റ് വൈറ്റ് സ്പേസ് ഡീഫോൾട്ട് സ്റ്റൈലിംഗ് കാരണം അത് റെൻഡർ ആകില്ല. ബട്ട് ഡോം ട്രീയിൽ അത് പാർട്ടാണ്, സ്ട്രക്ചറിൻ്റെ പാർട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, സോ രണ്ട് മേജർ ഇമ്പോർട്ടൻറ്റ് നോട്ട് ടൈപ്സ് ഉണ്ട്. എലമെൻറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ടാഗ്സ് എലമെൻറ്റ്സ്, ടെക്സ്റ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടെക്സ്റ്റ് പ്ലസ് സംടൈംസ് വൈറ്റ് സ്പേസും വരും. ആൻഡ് ടെക്സ്റ്റ് നോട്ട്സ് ഹാവ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഓൾസോ. ഓക്കെ, സോ ഇനി കുറച്ചും കൂടി തിയറി മതിക്ക് നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ index.html ബേസിക്കലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോഡി ഉണ്ട്. ബോഡിയുടെ ഉള്ളൊരു ഹെഡർ കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഹെഡർ എഴുതാം. ഓക്കെ, ഇവിടെ ഒരു ഹെഡർ കൊടുക്കാം. ഹെഡറിൻ്റെ ഉള്ളിൽ ഞാനൊരു H1 എഴുതാം. ഓക്കെ, H1 ഉള്ളിൽ ഞാനിപ്പോൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടെസ്റ്റിംഗ് ഡോം ചുമ്മാ എഴുതി കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെസ്റ്റിംഗ് ഡോം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പേജ് റീലോഡ് ചെയ്ത് നമുക്ക് ബ്രൗസർ സ്റ്റൈലിൽ H1 സഹിതം റെൻഡറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഡോം ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഡെവ് ടൂൾസ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എലമെൻറ്റ് ടാബ് ഉണ്ട്. എലമെൻറ്റ് ടാബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ HTML ലോഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ബ്രൗസർ ലോഡഡ് HTML നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഇവിടുന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HTML ടാഗ്സും HTML പോലെ തന്നെ തോന്നുമല്ലേ, ബട്ട് ഇൻറ്റേർണലി ഇതൊരു ഡോം ട്രീ ആണ് ആക്ച്വലി. ഓക്കെ, സോ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ പേജിൽ ഹൈലൈറ്റ് ആവുകയും ചെയ്യും ഏത് സെക്ഷനാണ്. കണ്ടോ, നമ്മുടെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെക്ഷനാണെന്ന് വെച്ചാൽ അത് ഹൈലൈറ്റ് ആവുകയും ചെയ്യും, നമുക്ക് കാണിച്ച് തരികയും ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഈ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഇത് വെച്ചിട്ട് നമുക്ക് എലമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഡോം നോഡ് സെലക്ട് ആവും ആക്ച്വലി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കറസ്പോണ്ടിങ് ഇത് സെലക്ട് ആയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, പിന്നെ എലമെൻറ്റ്സിൽ ടാബ് സെലക്ട് ചെയ്ത്
നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എലമെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് $0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. സോ ബേസിക്കലി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എലമെൻറ്റ്സ് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് ഞാനിവിടെ $0 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ H1 സെലക്ട് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത എലമെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് റിയൽ ഒബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ console.dim of $0 അടിച്ചു കഴിഞ്ഞാൽ ഇത് റിയൽ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടി H1. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് H1 എലമെൻറ്റ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ H1 ഒബ്ജക്റ്റിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കുറേ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് കണ്ടൻറ്റ് കണ്ടോ, ടെക്സ്റ്റ് കണ്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. സോ പ്രോപ്പർട്ടിയിൽ അത് നമുക്ക് നമ്മൾ കൊടുത്ത ടെസ്റ്റിംഗ് ഡോം എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത് ടെക്സ്റ്റ് നോട്ട് കൺസെപ്റ്റ് പ്രാക്ടിക്കൽ ഹിൻ്റാണ് ആക്ച്വലി ഞാനത് പറയുന്നത്. ഓക്കെ, സോ ക്രോം ഡെവ് ടൂൾസിൽ വൈറ്റ് സ്പേസ് നോട്ട്സ് സെപ്പറേറ്റ് ആയി കാണാറില്ല. റിയൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം, ബട്ട് ഇൻറ്റൻഷൻ വൈറ്റ് സ്പേസ് നോഡായി UI കാണില്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ ഡോമിൽ അത് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. എസ്പെഷ്യലി പ്രോഗ്രാമാറ്റിക്കലി ട്രാവൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലേറ്റർ നമുക്ക് കാണാനും പറ്റും. ഓക്കെ, ഡെവ് ടൂൾസ് എലമെൻറ്റ്സ് ടാബിൽ നിങ്ങൾക്ക് HTML ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടെസ്റ്റിംഗ് ആൻഡ് അനലൈസിങ് ഡോം എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTML കണ്ടൻസും വേണമെങ്കിൽ പുതിയൊരു ഡിവ് ആഡ് ചെയ്യാം, അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ. സോ അതൊക്കെ പ്രോപ്പർട്ടീസാണ്. പക്ഷേ ആട്രിബ്യൂട്ട്സ് ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത് ഫയലിൽ ബേസിക്കലി സ്റ്റോർ ആകില്ല. ഇത് ടെസ്റ്റിംഗ് പർപ്പസിൻ്റെ മാത്രമേ വർക്ക് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഡിവും കൂടി ആഡ് ചെയ്യണം. HTML കൊടുക്കുക, എന്നിട്ട് H1 കഴിഞ്ഞിട്ട് ഞാൻ ഡിവ് ആഡ് ചെയ്യണം. ഓക്കെ, ഡിവിൻ്റെ ഉള്ളിൽ ഞാൻ സച്ചിൻ എന്ന് പറഞ്ഞ് ചുമ്മാ കൊടുക്കണം, പേര് കൊടുക്കുകയാണ്. അടിച്ചു കഴിഞ്ഞാൽ അവിടെ സച്ചിൻ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇതൊക്കെ വർക്കാവും, പക്ഷേ ഇത് ഫയലിലൊന്നും സേവ് ആവില്ല. ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് ചെയ്യാണ്. കുറച്ച് മനസ്സിലായിരിക്കും ഡോംസിൻ്റെ ബേസിക്കലി അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വെച്ചാൽ ഡോമിൻ്റെ ട്രീ സ്ട്രക്ചറാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് HTML എടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.